എന്താ ഇവിടെ സത്യാഗ്രഹം എങ്ങനെ സത്യാഗ്രഹം ഇരിക്കണമെന്ന് വിട്ടു പോട്ട് ഇതെന്തോ സെക്രട്ടറിയേറ്റാ സത്യാഗ്രഹം ഇരിക്കാൻ. ആ നീ ഇതെവിടെ കറങ്ങി നടക്കായിരുന്നു? ഞാൻ ഒരു ശവപ്പെട്ടിക്ക് ഓർഡർ ചെയ്തിട്ടിരിക്കുക. ആ ഭാർഗവൻ പിള്ളയുടെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ടുവാണെന്ന് കരുതി. അയാളെ പേടിച്ച് തന്നെ ഞാൻ ഇങ്ങോട്ട് വരായിരുന്നു. എടാ ബാല, നമുക്ക് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ഭജനയിരിക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. എന്തു പറ്റി? ഈ അടുത്ത കാലത്തൊന്നും എന്റെ ബില്ല് മാറി കിട്ടുന്ന ലക്ഷണമില്ല. നീ കൈക്കൂലി കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞതാ കുഴപ്പമായത്. ആ പഴയ സൂപ്രണ്ട് മാറി. എല്ലാം ഒരേ ഇനമാണെന്നല്ലേ ഞാൻ കരുതിയിരുന്നത്. എന്നെ ഇട്ട് ചാടിച്ചു കളഞ്ഞു. അയാൾക്ക് ഫയൽ ശരിക്കൊന്ന് പഠിക്കണമെന്ന്. ചുരുക്കത്തിൽ നിന്റെ ഫയൽ മടങ്ങാറായി എന്നർത്ഥം. നീ പറഞ്ഞ പോലെ കാശിയിലും രാമേശ്വരത്തും ഒന്നും നിൽക്കില്ല. നാളെ കൃത്യം 10 മണിക്ക് ഭാർഗവൻ പിള്ള ഇവിടെ എത്തും. പണം കൊടുത്തില്ലെങ്കിൽ രണ്ടിനെ ഇടിച്ച് പേസ്റ്റ് ആക്കും. അതിനു മുമ്പ് അയാളെ പതപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തണം. എന്റെ ബുദ്ധിയിൽ ഒരു വഴിയും കിട്ടുന്നില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ കിട്ടും. ഇതാ എനിക്ക് കിട്ടി. എന്ത്? അന്ന് നമ്മൾ ഭാർഗവൻ പിള്ള എടുത്തൊരു ആത്മഹത്യ ചീട്ടിറക്കില്ലേ? അത് സംഗതി ഏറ്റോ? ആത്മഹത്യ ചീട്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവണ്ട, അയാൾക്ക് മനസ്സിലായാൽ മതി. അർജുന, അന്ന് നീ ആത്മഹത്യക്ക് ഒരുങ്ങി എന്ന് പറഞ്ഞപ്പോഴേ അയാളൊന്ന് ഞെട്ടി. നീ ചത്താ പിന്നെ അയാൾക്ക് അവിടെ നിന്ന് കാശ് കിട്ടും. ഇത്തവണ നമ്മളൊരു ആത്മഹത്യ നാടകം തന്നെ കളിക്കുന്നു. നാളെ കൃത്യം 10 മണിക്ക് പിള്ള ഇവിടെ എത്തുന്നു. നീ മുറി കയറി തൂങ്ങുന്നു. തൂങ്ങാനോ? നീ ഞെട്ടാതെ. പിള്ള വരുമ്പോൾ പുറത്ത് കാത്ത് ഞാൻ ഒരു സിഗ്നൽ തരും. സിഗ്നൽ കിട്ടിയാലൂടെ നീ കയറി തൂങ്ങണം. പിള്ളയോടൊപ്പം ഓടിയെത്ത് ഞാൻ കയററുത്തിടും. അങ്ങനെ നീ രക്ഷപ്പെടുന്നു. പിള്ളയുടെ മനസ്സലിയുന്നു. നമ്മൾ ചോദിക്കുന്ന എല്ലാ ഇളവും കിട്ടുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കഴുതേ, ഇതാണോ നിന്റെ ഐഡിയ? എന്നെ ഇങ്ങനെയൊന്നും കൊന്നത് പോരായിരിക്കും അല്ലേ? തൂങ്ങിയാലൂടെ ചത്തുപോകുന്നില്ല. ഒരു ചെറിയ പരിക്ക്, അത്രേ ഉള്ളൂ. ഭാർഗവൻ പിള്ളയെ ഒതുക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാ എന്റെ ബുദ്ധി പാഴായി പോയിട്ടില്ല അർജുന. ഇതൊക്കെ കുഴപ്പമാവൂടെ? കുഴപ്പമാവാതിരിക്കാനായി പറയുന്നത്. അപ്പൊ നാളെ രാവിലെ പിള്ള വരുന്നു. ഞാൻ സിഗ്നൽ തരുന്നു. നീ തൂങ്ങുന്നു. ഞാൻ അറുത്തിടുന്നു. ഓക്കെ ഓക്കെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. നാഷണൽ ലോഡ്ജിലോ? ഉടനെ വരാം. ഇയാളെ കാണുന്നില്ലല്ലോ. Come on, Arjuna! ഇവിടെയുണ്ട് സർ. ഇതിത്തിരി മുന്തിയ ഇനമാണല്ലോ പുഷ്കര. പുതിയ വരവായിരിക്കും സർ. എവിടെ നാടായി ഇറക്കുമതി? സർ, ഞാനിവിടെ സ്ഥിരമായിട്ട്. ഓഹോ, അപ്പൊ നിനക്കൊരു പുത്തരിയല്ല? അല്ല, ഞാൻ പന്ന റാസ്കൽ. ഇതെന്താ വ്യഭിചാരശാലയോ? ചവിട്ടിന്റെ ഭാര്യയെല്ലാം നടക്കും ഞാൻ. പറയടേ, ഏതാ നീ? നിർത്തടി. സാർ, ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങൾ അത്രക്കാരൊന്നുമല്ല. ഒരുമിച്ച് മരിക്കാൻ വന്നതാ. വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് സാർ. വിവാഹത്തിന് വീട്ടുകാരെ എതിർത്തപ്പോ ആഭരണങ്ങളുമായി വീട് വിട്ട് ഇറങ്ങി വന്നതാണ് ഞാൻ. വിവാഹം കഴിഞ്ഞാലും വീട്ടുകാർ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല സാർ. അതുകൊണ്ട് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചു. സാർ, എനിക്കൊരു കാര്യം പറയാം. ഒന്നും പറയണ്ട. പിടിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടിയില്ല. യഥാർത്ഥ
കമിതാക്കൽ ലോഡ്ജ് മുറിയിൽ ഒറ്റക്കയറിൽ തൂങ്ങി മരിച്ചു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പത്രക്കാർക്ക് എഴുതി പിടിപ്പിക്കാൻ ഒരു കോളം, നാട്ടുകാർക്ക് വായിച്ചു തള്ളാൻ ഒരു വാർത്ത. എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ കുറെ പേര് ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് രണ്ടുപേർക്കും മുകളിലിരുന്ന് കണ്ട് രസിക്കണം. അല്ല ചവിട്ടി എല്ലാവരും ഞാൻ. പുഷ്കര എത്തിയോ? എത്തിയില്ല സർ. തീർന്നില്ല. ഇതേ പത്രക്കാർ നാളെ വീണ്ടും എഴുതും. ലോഡ്ജ് മുറിയിലെ മരണത്തിൽ ദുരൂഹത, നാട്ടുകാർ പ്രക്ഷോഭത്തിൽ, പോലീസിന്റെ അനാസ്ഥ, അന്വേഷണം വഴിമുട്ടുന്നു. ഒരു കത്ത് എഴുതി വെച്ചിരുന്നെങ്കിൽ അതും പറഞ്ഞ് ഈ ഫയൽ ക്ലോസ് ചെയ്യാമായിരുന്നില്ലേ? നോക്കണ്ട, നിന്റെ ഈ ഉണ്ടക്കൊണ്ട് ഞാൻ ചൂഴ്ന്നെടുക്കും. പുഷ്കര എത്തിയോ? എത്തിയില്ല സർ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സർ നട്ടുമോഹന് മൂത്രമൊഴിക്കാൻ പറ്റണമെന്ന്. ഓഹോ, അവന്റെ നട്ട് ഞാൻ മുറുക്കി മുട്ട് മാറ്റി കൊടുക്കാം. റാസ്കൽ. ഡിപ്പാർട്ട്മെന്റിന്റെ സൽപ്പേരിന് കളങ്കം വരുത്താത്ത എന്റെ അധീനതയിലുള്ള ഈ മാതൃകാ പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ നടന്ന ഈ ഒറ്റ സംഭവം മതി എന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ. ഇടിച്ചു നിന്റെ പരിപ്പെടുക്കും ഞാൻ. പുഷ്കര എത്തിയില്ല സർ. ആറ്റുംകുഴി അവറാച്ചന്റെ എസ്റ്റേറ്റിൽ 87-ൽ കള്ളവാറ്റ് പിടിക്കാൻ പോകുമ്പോ വേളാപ്പാറ സ്റ്റേഷനിൽ എസ്ഐ ഓൺ പ്രൊബേഷൻ. ഒറ്റ നോട്ടം കണ്ടതേ ഉള്ളൂ. അവറാച്ചന്റെ മകൾ റോസിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, മൂന്നാം പക്കം പൊക്കി കെട്ടി. അതാണ് ചങ്കൂറ്റം. ആരുടെ കാര്യമാണ് സാർ പറയുന്നത്? വേറെ ആരുടെ? എന്റെ കാര്യം. പ്രേമിച്ച പെണ്ണിനെ കെട്ടാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ മൂക്കിന് താഴെ വെച്ചിരിക്കുന്ന ഈ മീശ പഠിച്ചിട്ടില്ല. എത്തി സർ. അനിയ, വീട്ടുകാരോട് പോവാൻ പറ. പ്രായപൂർത്തിയായ ചെറുപ്പക്കാരാ നിങ്ങൾ. പ്രേമിക്കാം, വിവാഹം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാം. ലോകത്തൊരു കോടതിക്കും അത് തടയാനാവില്ല. ഇന്ന് ഇവിടെ ഈ മാതൃകാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിയമപരമായി നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു. ഇട്. ഇടാ. ഇതാ. ആ, ഇനി രണ്ടുപേരും വിലാസം എഴുതി ഇതിൽ ഒപ്പിട്. ഒപ്പ്. ഹലോ റോസിയല്ലേ? ഞാനാടി. 2 ഊണധികം വേണം. ഗസ്റ്റ് ഉണ്ട്. ഗംഭീരമാക്കണം. നവദമ്പതികളുടെ ഇന്നത്തെ ഊണ് എന്റെ വീട്ടിൽ. ഓക്കെ? രണ്ടുപേരും ഇവിടെ കറിയോ? ഇടിച്ച് കല്യാണം കഴിപ്പിക്കേ. കണ്ടോ? இல்லை முதலாளி, இந்த ஏரியா மொத்தமா தேடியாச்சு, எங்கேயும் கிடைக்கல. അങ്ങനെ വിടരുതവന്മാരെ. ഇന്ന് ഊര് മുഴുവൻ പാര്. എങ്ക കണ്ടാലും രണ്ടിനെയും കയ്യും കാലും വെട്ടി വാ പോ. ഊണ് ഓവറായി. എന്നാൽ ഇനി നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല ഞാൻ. പോയിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജസ്റ്റ് 1 കോൾ. ഇടിച്ചെല്ലാത്തിന്റെയും പരിപ്പ് ഞാൻ എടുക്കും. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. റോസി പറഞ്ഞപ്പോഴല്ലേ അതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. ഞൊടിയിട തെറ്റിയിരുന്നെങ്കിൽ പൊലിഞ്ഞു പോകേണ്ട 2 ജീവിതം ഇപ്പോഴിതാ നവദമ്പതികളായി എന്റെ മുന്നിൽ. ഇതാണ് വിധി. റോസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഗുഡ് ബൈ. അയ്യോ,
നന്നായി. ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല. പലിശക്കാരന്റെ കയ്യിൽ നിന്ന് തല ഊരി പോലീസുകാരന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി വച്ചു. ഇനി അതിൽ നിന്ന് ഊരിയെടുക്കാൻ നീ കുറെ വെള്ളം കുടിക്കും. നീ എന്തായി പറയുന്നത്? അവൾ ആ ബുദ്ധി അപ്പൊ പ്രയോഗിച്ചുകൊണ്ട് തലയൂരാൻ പറ്റി. ഇല്ലെങ്കിൽ ആത്മഹത്യാശ്രമത്തിനും വഞ്ചനാ കുറ്റത്തിനും ഞാൻ അകത്തായനെ. ഇപ്പൊ പുറത്തായി എന്നാണോ വിചാരം? ഇല്ല അർജുന, ഇനിയാ കുരുങ്ങാൻ പോകുന്നത്. അവൾ ആരാണെന്നറിയാമോ? എന്തിനാണ് ആ ബുദ്ധി പ്രയോഗിച്ചെന്നറിയാമോ? അവൾക്ക് രക്ഷപ്പെടാൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവളുടെ എല്ലാ രഹസ്യങ്ങളും അല്ലെങ്കിൽ പുറത്താവും. എന്ത് രഹസ്യം? ഒരു പരിചയമില്ലാത്ത പെണ്ണ് കുറെ സ്വർണവുമായി മുറിയിൽ കയറി ഒളിച്ചിരിക്കുക. എന്നിട്ട് പോലീസ് പിടിച്ചപ്പോ വിദഗ്ധമായി കള്ളക്കഥ ഉണ്ടാക്കുക. ഒടുവിൽ അതൊരു വിവാഹം വരെ കൊണ്ടെത്തിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ പൊടിയും തട്ടി പോവുക. എന്റെ നോട്ടത്തിൽ അവൾ ഏതോ അധോലോക സംഘത്തിലെ കണ്ണിയാണ്. അല്ലെ പിന്നെ SI കൊണ്ട് വിട്ടിട്ട് പോയപ്പോ അവള് മുങ്ങിയെന്തിനാണ്? അവളെ കുറിച്ചുള്ള ഒരു വിവരവും ആരും അറിയാൻ പാടില്ല. അതാണ് ട്രെയിനിങ്. ഇതിലും ഭേദം ഭാർഗവൻ പിള്ളയുടെ ഗുണ്ടകളുമായിട്ട് ഇടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു ഒത്തുതീർപ്പായിരുന്നു. നാളെ അവൾ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു കേസ് പുറത്തായാൽ പോലീസ് ആദ്യം പൊക്കുന്ന ആരെ? ആരെ? നിന്നെ. അയ്യോ, പിന്നെ അവളെ പിടികിട്ടുന്നത് വരെ അർജുനൻ നായർ ഇരുമ്പഴിക്കുള്ളിൽ. കേസ്, കോടതി, വക്കീല്, ജാമ്യം. ഓ, ജീവിതം കട്ടപ്പുക. ബാല, നീയും കൂടെ വാ. ഇപ്പൊ തന്നെ പോയി SIയോട് ഉള്ള കാര്യം തുറന്നു പറയാം. ആ, ഇത് അതിലും ബെസ്റ്റ്. നാളെ കിട്ടാനുള്ള ഇടി ഇന്നേ വാങ്ങിച്ചു കൂട്ടണോ? ഇടിയും തന്നെ അപ്പ പിടിച്ച് അകത്താക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഒന്നും ചെയ്യാനില്ല. അവള് മുങ്ങിയതുപോലെ മുങ്ങണം. കാശി പോണാരി ഇന്നലെ പറഞ്ഞില്ലേ? അതായാലോ? ബാല, തമാശകളാ. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. നിനക്കോ? പറ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹ രജിസ്റ്ററിൽ അവൾ അഡ്രസ് എഴുതിയിട്ടുണ്ട്. അതൊന്ന് തപ്പിയെടുത്താൽ അവളെ കുറിച്ചുള്ള തുമ്പ് കിട്ടും. പക്ഷെ ഞാൻ പോയി എന്റെ ഭാര്യയുടെ വിലാസം എങ്ങനെ ചോദിക്കും? അത് ശരിയാണല്ലോ. അതുകൊണ്ട് ബാല, പ്ലീസ്.